ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ ക്ലാസ് 6-ലെ അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി പൊളിറ്റിക്സിലെ ലെസണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി. If three children of the same age are asked to draw a human figure, every drawing will be different from each other. This is because everyone has a unique drawing style. Children not only do not look exactly like others, but also differ in terms of language, and their cultural background, the religious rituals they observe, and of course the way they draw. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ തന്നെ കൺസിഡർ ചെയ്യാം. മോസ്റ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ് സംസാരിക്കുന്ന സ്ലാങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജിൽ ഡിഫറൻസ് പറയാൻ പറ്റില്ല. സിൻസ് നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ട് ലാംഗ്വേജിൽ മിക്കവാറും എല്ലാവരും മലയാളം തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ബട്ട് ചില സ്ലാങ്ങുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ അവർ ഫോളോ ചെയ്യുന്നത്, അവരുടെ വേ ഓഫ് തിങ്കിങ്, അതുപോലെ തന്നെ അവർ വരക്കുന്ന ഡ്രോയിങ്ങും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഡൈവേഴ്സിറ്റി. Okay, the same way, if we asked to fill the details about themselves, the answers would be vary from each other. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുകൾ, ലൈക്സ്, ഡിസ്ലൈക്സ്, ഹോബീസ്, ഫേവറേറ്റ്സ് ഒക്കെ നമ്മളൊന്ന് എഴുതി ഗെയിം കളിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ആൻസേഴ്സ് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. ദിസ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു റെക്കഗ്നൈസ് ദ ഹാവ് ഇൻ കോമൺ വിത്ത് ദെയർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ഹൗ ഡിഫറെൻറ്റ് ദേ ആർ ഫ്രം ഈച്ച് അതർ. അപ്പോൾ എല്ലാവരും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഈച്ച് പേഴ്സൺ ഈസ് യൂണിക്. How easy it is to make friends someone who is very different. Even in your textbooks, example of two friends who despite speak different language still communicate with each other as it was important for them. They belong to different religion, cultural background, as well as emphasize the aspects of diversity. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രണ്ട് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട്, ചിൽഡ്രൻ. അവരെന്താണ്, അവർക്ക് റിലീജിയസ് ഡിഫറൻസ് ഉണ്ടാവും, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പല ഡൈവേഴ്സിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും. മേക്കിംഗ് ഫ്രണ്ട്സ്. അപ്പാർട്ട് ഫ്രം ദീസ് ഡിഫറൻസ്, ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് വൈൽ ഓൺ അറ്റൻഡഡ് സ്കൂൾ ആൻഡ് അതർ ഹു സെൽസ് ന്യൂസ് പേപ്പർ. അപ്പോൾ ഒരാളെന്താണ് സ്കൂളിൽ പോകുന്നവനാണ്, അടുത്ത ആളെന്താണ് ന്യൂസ് പേപ്പർ വെക്കുന്നവനാണ്. It seems that some people not have enough to eat and some others are not even the place to live. It is not just about the difference, but it can be called as inequality. ഇനി ചിലവർക്ക് എന്തുണ്ട്, വീടുണ്ട് അല്ലേ, താമസിക്കാനൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട്. ബട്ട് ചിലവർക്ക് ഉണ്ടാവത്തില്ല. ചിലവർക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ചില നമ്മൾ കാണാറില്ലേ റോഡിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ, അവർക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. അതിൻ്റെ പേര് ഡിഫറൻസ് എന്നല്ല, അതിൻ്റെ പേരാണ് ഇനിക്വാലിറ്റി. ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അവരെ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഇക്വാലിറ്റി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇൻഇക്വാലിറ്റി അറൈസസ് വെൻ എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ദ റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ അതർവൈസ് അവൈലബിൾ ടു അതർ പേഴ്സൺ. കുറേ റിസോഴ്സസ് ഇവർക്കില്ല, ബട്ട് ബാക്കിയുള്ളവർ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഇക്വാലിറ്റി വന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പത്തിലാണ് എന്തുണ്ടാവുന്നത്, ഇൻഇക്വാലിറ്റി ഉണ്ടാവുന്നത്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ദ മെയിൻ എക്സാമ്പിൾ ഓഫ് ഇൻഇക്വാലിറ്റി. ഇനിക്വാലിറ്റിയുടെ മെയിൻ എക്സാമ്പിളാണ് കാസ്റ്റ് അല്ലേ. താഴ്ന്ന ജാതി, മേൽജാതി എന്നൊക്കെ പറഞ്ഞുള്ള കാസ്റ്റ് സിസ്റ്റം. മേൽജാതിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസും എല്ലാവരും കിട്ടും, താഴ്ന്ന ജാതിക്ക് ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ വർക്ക്സ്. അപ്പോൾ പല ആളുകളും ജോലിയുടെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. മീൻസ് കളക്ടർ, എൻജിനീയർ, ഡോക്ടേഴ്സ് അങ്ങനെ പറയും. പിന്നെന്താ, ഏറ്റവും താഴ്ന്ന ജോലികളായിട്ട് നമ്മൾ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? തെങ്ങ് കയറ്റക്കാരൻ, പിന്നെ ആരൊക്കെയാണ്, ആശാരിമാർ, അങ്ങനെ ധാരാളം ആളുകളൊക്കെ നമ്മുടെ സൊസൈറ്റി ഏറ്റവും താഴ്ന്ന ഗ്രൂപ്പിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ ഓഫ് പോട്ടേഴ്സ് ഹാസ് കണ്ടിന്യൂഡ് ആസ് പോട്ടേഴ്സ്. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട പോട്ടറിൻ്റെ മകൻ പോട്ടർ തന്നെ അല്ലേ, തെങ്ങുകയറ്റക്കാരൻ്റെ മകൻ തെങ്ങുകയറ്റക്കാരൻ തന്നെ. ദിസ് വാസ് കൺസിഡർഡ് ടു ബി ഇറിവേഴ്സിബിൾ ആൻഡ് ദിസ് ഇസ് ഫോർ ദ റീസൺ ഇറ്റ് വാസ് നോട്ട് കൺസിഡർഡ് നെസസറി ഫോർ ദ പീപ്പിൾ ടു നോ എനിത്തിങ് മോർ. ഇറ്റ് റിക്വയർസ് ദ പ്രൊഫഷൻ. അപ്പം എന്താണ് അവിടെ വേണ്ടത്? പ്രൊഫഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഇൻഇക്വാലിറ്റീസിനെയൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ നിന്ന് തന്നെ കളയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി വാട്ട് ഡസ് ഡൈവേഴ്സിറ്റി ആഡ് ടു അവർ ലൈഫ്? അപ്പോൾ ഡൈവേഴ്സിറ്റി എന്താണ് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത്? ഡൈവേഴ്സിറ്റി, ഇമാജിൻ എ വേൾഡ് എവറിത്തിങ് വാസ് സെയിം. എല്ലാം സെയിം ആണെങ്കിൽ നിങ്ങൾ സപ്പോസ് കൺസിഡർ ചെയ്ത് ദെയർ വാസ് ഓൺലി 2 കളേഴ്സ്, വൈറ്റും ഉള്ളൂ റെഡും ഉള്ളൂ, എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ 2 ആനിമൽസും ഉള്ളൂ, ഡിയറും ക്യാറ്റും, അതുപോലെ തന്നെ ആൻഡ് സ്നേക്ക് ലാഡ് ആൻഡ് സെയിം ഗെയിംസ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല.
അപ്പം എന്ത് സംഭവിക്കും? യു ഫീൽ ബോറിങ്, ഡൾ, ഒരു ഡൈവേഴ്സിറ്റി ഇല്ല. വൈ? എന്തുകൊണ്ടാണ് പീപ്പിൾ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതലും? ബിക്കോസ് ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ, ഈ രാജ്യത്തുള്ള എല്ലാ കാഴ്ചകളും കാണാൻ, ഈ സൈഡിൽ കൊടുത്തുന്ന ഫിഗർ പോലെ തന്നെ ഇന്ത്യയിൽ കാണാൻ പറ്റുന്നതായിട്ട് 1000 അല്ല, കുറേ ധാരാളം കാര്യങ്ങൾ, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡൈവേഴ്സിറ്റികളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈവൻ ദ സ്റ്റോറി റൈറ്റേഴ്സ് വിൽ നോട്ട് ഹാവ് എനിത്തിങ് ടു റൈറ്റ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ തന്നെ എന്താ, സ്റ്റോറി റൈറ്റേഴ്സിന് കഥ ഉണ്ടാക്കാൻ പറ്റില്ല, മൂവീസ് ഉണ്ടാവത്തില്ല, സോങ്സ് ഉണ്ടാവത്തില്ല, എല്ലാം സെയിം. ഓക്കെ, ആൻഡ് യു ഫീൽ ദ ലൈഫ് ഇസ് dull and boring. Okay, the idea was drawn from the experience, real life encounters to make stories much more interesting and fun. Diversity in India എങ്ങനെയൊക്കെയാണ്? This includes different languages, various types of food, different festivals, different religions and so on. Different language and festivals and different ഫുഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ മേ ഓൾസോ മെനി തിങ്സ് ദാറ്റ് ആർ സിമിലർ ആയിട്ടുള്ള ധാരാളം സംഭവങ്ങളും ഉണ്ട്. ഡൈവേഴ്സിറ്റി മാത്രമല്ല, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഹൗ ഡു വി എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സംടൈംസ് ബിഫോർ 200 years ago, before the age of trains, aeroplanes, cars, bus, the people travel on foot. They travel in search of new places and people to trade with. At that times they stayed in back at the place of a long time. Some others left their homes because of the scarcity of food caused by drought and famine. അപ്പോൾ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റി ഉണ്ടായത്? ആളുകൾ ഓരോ പ്ലേസസിൽ നിന്ന് ഓരോ പ്ലേസസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ചിലർ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി താമസിക്കും. സ്കേർസിറ്റിയും ഫാമിനും ഡ്രൗട്ടൊക്കെ കാരണം ആളുകൾ മരിക്കും. ന്യൂ പ്ലേസസ് ആൻഡ് ഗീവ് റൈസ് ടു മിക്സ് ഓഫ് ഓൾഡ്, അവരുണ്ടാക്കിയ ഫുഡും മീൻസ് പണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയ ഫുഡും അവിടുത്തെ മ്യൂസിക്കും റിലീജിയനൊക്കെ ഓരോരോ ഭാഗങ്ങളിലോട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നത്. വേരിയസ് കൾച്ചേഴ്സ് ഹെൽപ്സ് ടു ഷേപ്പ് ദ ലൈഫ് ആൻഡ് കൾച്ചർ ഇൻ സം റീജിയൻ ബിക്കോസ് വെരി ഡൈവേഴ്സ്, ബിക്കോസ് ഇറ്റ് ഈസ് എ യുണീക്ക് ഹിസ്റ്ററീസ്. പല സ്ഥലങ്ങളിലെയും ഹിസ്റ്ററി യുണീക്കാണ്. ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഹിസ്റ്ററി അല്ലായിരിക്കും മറ്റേ സ്ഥലത്ത് ഉണ്ടാവും. അപ്പം ആ ഹിസ്റ്ററീസ് ഡിഫറെൻ്റ് ആണ്. സോ അതിൽ നിന്നൊരു ഷേപ്ഡ് ലൈഫും കൾച്ചറും ഒക്കെ വരും. ഇൻ സിമിലർ വേ ഡൈവേഴ്സിറ്റി ഓൾസോ കംസ് ഔട്ട് വെൻ പീപ്പിൾ അഡാപ്റ്റ് ദിയർ ലൈഫ്സ് ആൻഡ് ജോഗ്രഫിക്കൽ ഏരിയ. അവർ താമസിക്കുന്ന റീജിയനായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും അവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് പൊരുത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ലിവിങ് നിയർ സീ സ്ക്വയർസ് ഡിഫറെൻറ്റ് ലിവിങ് ഇൻ മൗണ്ടൻ ഏരിയ. അപ്പോൾ ഒരാൾ ഒരു ഹില്ലി റീജിയനിൽ താമസിക്കുന്നതും ഒരു ഓഷ്യൻ സൈഡിൽ താമസിക്കുന്നതും ഡിഫറെൻ്റ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ഹില്ലി റീജിയനിൽ ഉള്ള ക്ലൈമറ്റ് എല്ലായിരിക്കും സീ റീജിയനിലുള്ളത്. അവർ ചെയ്യുന്ന ജോലി എല്ലായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ 2 എക്സാമ്പിളിലാണ് നമ്മൾ ലഡാക്കും കേരളയും പഠിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് പിക്ചേഴ്സിലൂടെ മനസ്സിലാക്കാം. അപ്പം ലഡാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഐസി മൗണ്ടെയിൻസ് ഉള്ള സ്ഥലമാണിത് ലഡാക്ക്. കേരള എന്ന് പറഞ്ഞാലോ ധാരാളം ബാക്ക് വാട്ടേഴ്സും പ്ലെയിനും കോസ്റ്റൽ ഏരിയാസും അത്യാവശ്യത്തിന് മൗണ്ടെയിൻസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേരള അല്ലേ? അവിടുത്തെ പീപ്പിളുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഈ ഒരു കൈൻഡ് ഓഫ് വേഷങ്ങളായിരിക്കും അല്ലേ? ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് സാരി, ജുബ ഒക്കെയാണ്. ഓക്കെ, ഫുഡ്, 2 സ്ഥലത്തെയും ഫുഡിന് തന്നെ നമുക്ക് കാണാം ഡിഫറൻസ് അല്ലേ? ഇനി നമുക്ക് എന്താണ് ഡിഫറൻസ് എന്നുള്ളതൊന്ന് വായിക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലഡാക്കിനെ പറ്റിയാണ്. ലഡാക്ക് ഈസ് ദ ഡെസേർട്ട് ഇൻ ദ മൗണ്ടെയിൻസ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വെർ എറിറ്റിക് അഗ്രികൾച്ചർ ഈസ് പോസിബിൾ. കുറച്ച് അഗ്രികൾച്ചറാണ് പോസിബിൾ ഉള്ളൂ. ആൻഡ് ഡസ് നോട്ട് റിസീവ് എനി റെയിൻഫോൾ ആൻഡ് കവേർഡ് ഇൻ സ്നോ ഫോർ എ ലാർജ് പാർട്ട് ഓഫ് ദ ഇയർ. കൊല്ലത്തിൽ കൂടുതൽ സമയവും അവിടെ എന്തായിരിക്കും? മഞ്ഞായിരിക്കും. അവിടെ ഒട്ടും മഴ ലഭിക്കുകയില്ല. പീപ്പിൾ ഡ്രിങ്കിങ്ങിനായിട്ട് എന്ത് ചെയ്യും? സ്നോ മെൽറ്റ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. പീപ്പിൾ ഹിയർ കീപ്സ് ഷീപ്സ് ആൻഡ് ഗോഡ്സിനെയൊക്കെ സൂക്ഷിക്കുന്നത്, മീൻസ് മേയ്ക്കുന്നതാണ്. ഗോഡ്സ് പ്രൊഡ്യൂസ് പഷ്മിന വൂൾ. പഷ്മിന വൂൾ അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വൂളാണ് പഷ്മിന വൂൾ. വിച്ച് പ്രൈസ് ദ ഷോൾസ് മെയ്ഡ് ഓഫ് വൂൾ ഫെച്ച് എ ലോട്ട് ഓഫ് മണി. ആ ഷോൾസ് ഇട്ടവർക്ക് ധാരാളം കാശ് കിട്ടും. പീപ്പിൾ ഈറ്റ് ഇവിടെ എന്തൊക്കെ കഴിക്കും? മീറ്റ് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ലൈക്ക് ചീസ് ആൻഡ് ബട്ടർ. ഈച്ച് ഫാമിലി ഓൺ, എല്ലാ ഫാമിലിയിലും ചിലപ്പോൾ കൗ ഉണ്ടാവും, ഗോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ യാക്കുകൾ ഉണ്ടാവും. മീൻ വൈൽ സം പ്ലേസസ് ആർ അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ആൻഡ് ഡെസ്പൈറ്റ് ബീങ് എ ഡെസേർട്ട്. ഓക്കെ, ഇറ്റ് വാസ് ഓൾസോ കൺസിഡറബിൾ ഗുഡ് ട്രേഡ് റൂട്ട്സ്. ഗുഡ് ആയിട്ടുള്ള ട്രേഡ് റൂട്ട്സ് ആണ് ടു ടിബറ്റ്, മീൻസ് നമ്മുടെ നേപ്പാളിലും നേപ്പാൾ ട്രേഡിംഗ് റൂട്ടാണത്. ദീസ് കാരവൻസ് ക്യാരീസ്, അതിൻ്റെ ഉള്ള എന്തുണ്ടാവും? ടെക്സ്റ്റൈൽസ് ഉണ്ടാവും, സ്പൈസസ്, സിൽക്സ്, കാർപ്പറ്റ്സ് ഇതൊക്കെ ഉണ്ടാവും. ബുദ്ധിസം ഈ വഴിയാണ്
കെയിം ടു ടിബറ്റ് വഴി ലഡാക്ക് വഴിയാണ് ടിബറ്റിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിനെ ലിറ്റിൽ ടിബറ്റ് എന്നും വിളിക്കും. ഇസ്ലാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ റീജിയൻ ഓവർ 400 years ago. ഇസ്ലാം അതിന് മുന്നേ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇറ്റ് ഹാസ് എ നല്ല പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസും ഉണ്ട്. ലഡാക്ക് ഹാസ് എ റിച്ച് ഓറൽ ട്രഡീഷൻ ഓഫ് സോങ്സ് ആൻഡ് പോയിംസ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സോങ്സും പോയിംസും ഒക്കെ അവിടെ ഉണ്ട്. ലോക്കൽ വേർഷൻ ഓഫ് ടിബറ്റിയൻ നാഷണൽ എപ്പിക് മീൻസ് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഡ്രാമ പോലത്തെ സാധനമാണ്. കേസർ സാഗ ആർ പെർഫോംഡ് ആൻഡ് സങ് ബൈ ബോത്ത് മുസ്ലിംസ് ആൻഡ് ബുദ്ധിസ്റ്റ്. മുസ്ലിംസും ബുദ്ധിസ്റ്റും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേസർ സാഗ. ഓക്കെ, ഇനി അപ്പം നമുക്ക് കേരളനെ പറ്റി വായിക്കാം. കേരള ഇസ് ദ സ്റ്റേറ്റ് ഇൻ ദ സൗത്ത് വെസ്റ്റ് കോർണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് കോർണറാണ് പറഞ്ഞത്, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ. വൺ സൈഡ് സീ ആണ്, മറ്റേ സൈഡ് എന്താണ് ഹിൽസ് ആണ് ഉള്ളത്. ഇവിടെ ലാർജ് നമ്പർ ഓഫ് പെപ്പേഴ്സ്, ക്ലോവ്സ്, പിന്നെ എന്തുണ്ട് കാർഡമം, ഇതിൻ്റെയൊക്കെ ട്രേഡിംഗ് ഉണ്ട്. ജ്യൂസും അറബ്സും ആയിരുന്നു അവരുടെ ഫസ്റ്റ് ട്രേഡേഴ്സൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി സെന്റ് തോമസ് കെയിം 200 years ago. അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. അറബ് ട്രേഡേഴ്സ് ഓൾസോ കെയിംഡ് ആൻഡ് സെറ്റിൽ ഡൗൺ. അറബ് ട്രേഡേഴ്സും വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത ഹു ട്രാവൽഡ് ലിറ്റിൽ ലെസ് ദാൻ 700 years ago wrote a travel ages describing the lives of Muslims and said there were highly respected community. അപ്പം ഇന്ത്യയിലുള്ള മുസ്ലിംസ് ഭയങ്കര ഹൈലി റെസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റി ആണെന്ന് ഇബ്നു ബത്തൂത്ത 700 years ago ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസ് ഡിസ്കവർ ദ സീ റൂട്ട് ടു ഇന്ത്യ ഫ്രം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള സീ റൂട്ട് കണ്ടുപിടിച്ചതാണ് വാസ്കോ ഡ ഗാമ അല്ലെ. വേരിയസ് ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ജൂതിസം, ഇസ്ലാമിസം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം ഒക്കെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫിഷിംഗ് നെറ്റ്സ് കോൾ ചീനവല. ചീനവല ഇവിടെ എക്സാക്ട്ലി ലുക്ക് ലൈക്ക് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. ചൈനക്കാരുടെ ഫിഷിംഗ് നെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഈവൻ യൂട്ടിലിറ്റീവ്സ് ആർ ചീനച്ചട്ടീസ്. അവർ യൂസ് ചെയ്യുന്ന പോലത്തെ ചട്ടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ചീനച്ചട്ടി ഇങ്ങനെ ഇരിക്കുന്നൊരു പത്രം അല്ലെ, ചീനച്ചട്ടി. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദ വേർഡ് ചീന വുഡ് ഹാവ് കം ഫ്രം ചൈന. ചൈനയിൽ നിന്നാണ് ചീന എന്നുള്ള വേർഡ് വന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസ്ഡ് ലാൻഡ് ആണ്. ക്ലൈമറ്റും അഗ്രികൾച്ചറിന് വേണ്ടി സ്യൂട്ടബിൾ ആണ്. റൈസും ഫിഷും ധാരാളം വെജിറ്റബിൾസും ഒക്കെ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ ഡിഫറൻസ് കണ്ടു. ഇനി എന്താണ് ഇവർക്ക് രണ്ടിലും ക്വൈറ്റ് സിമിലർ ആയിട്ടുള്ളത്? ലഡാക്ക് ആൻഡ് കേരള ഹാസ് ക്വൈറ്റ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ അവർ ഡിഫറെൻ്റ് ആണ്. ബട്ട് കൾച്ചറൽ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി സിമിലർ ആണ്. ആണ്. ഇനി ബോത്ത് റീജിയൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ചൈനീസും അറബ്സും അവിടെ ട്രേഡിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ജിയോഗ്രഫി ഓഫ് കേരള അലൗഡ് കൾട്ടിവേഷൻ ഓഫ് സ്പൈസസ്. ഓക്കെ, ആൻഡ് ലഡാക്കിൽ എന്താണുള്ളത്? വൂളാണ് ഡ്രൂ ചെയ്യുന്നത്. മീൻ വൈ ഇൻഫ്ലുവൻസ് ഓഫ് ഡൈവേഴ്സ് കൾച്ചർ ഇസ് നോട്ട് മിയർലി എ തിങ് ഓഫ് പാസ്റ്റ്. ഈവൻ ദ പ്രസന്റ് ലൈഫ്സ് ആർ ഓൾസോ അബൌട്ട് ഓഫ് മൂവിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഫോർ വർക്ക്. വിത്ത് എ മൂവ് ഓഫ് കൾച്ചറൽ ട്രഡീഷൻ, എ വേ ഓഫ് ലൈഫ് സ്ലോലി ബിക്കം എ new part of people residing in. Similarly, in their own neighborhoods, people from several community live closely to each other. അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പല പല സ്ഥലങ്ങളിൽ പോകും. അവിടെയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഡൈവേഴ്സിറ്റിയാണ്. അവിടുത്തെ കൾച്ചറും നമ്മുടെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഡൈവേഴ്സിറ്റി ക്രിയേറ്റഡ് ആവും. ഓക്കെ, ഡെയിലി ലൈഫ് വാസ് അബൌട്ട് ദ വേ ദേ ക്യാൻ ഡു തിങ്സ് ടുഗെദർ ആൻഡ് ഹിയർ സ്റ്റോറീസ് അബൌട്ട് ഈച്ച് അതേഴ്സ് ലൈഫ്. അപ്പോൾ നമ്മളൊരു വേറൊരു സ്ഥലത്താണെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ അവിടെ എങ്ങനെയാണ്, ഇതിനെങ്ങനെയാണെന്നുള്ള കമ്പാരിസൺ നടത്തും. അപ്പോൾ ബാക്കിയുള്ള ആ സ്ഥലങ്ങളിലുള്ളവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അക്കോർഡിംഗ് ടു ദ ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു എഴുതിയത്, ഇന്ത്യൻ യൂണിറ്റി ഇസ് നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്, but rather it was something deeper within its fold, widest tolerance of belief, customs and practice, and even a variety of acknowledge and even encourage. It was Nehru who coined the phrase unity in diversity to describe the country. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ടേം തന്നെ കോയിൽ ചെയ്തത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിറ്റി മീൻസ് എല്ലാവരും ഒന്ന്, ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഒന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നത്. കാരണം പല ബിലീഫുകളിലും കസ്റ്റംസിലും കൾച്ചറലിലും നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി ഒന്നായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇനി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഇസ് എ സോഴ്സ് ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത്. വിമൻ ആർ ഡിഫറെൻറ്റ് കൾച്ചറൽ റിലീജിയൻ ബാക്ക്ഗ്രൗണ്ട് കെയിം ടുഗെദർ ടു ഓപ്പോസ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് റൂളിനെ എതിർക്കാനായിട്ട് വിമനും മെന്നും പല ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഒരുമിച്ച് ചേർന്നു. ദേ വർക്ക് ടുഗെദർ ടു ഡിസൈഡ് ജോയിൻറ്റ് ആക്ഷൻ വെൻ ചിൽ ടുഗെദർ ഫൗണ്ട് ഡിഫറെൻറ്റ് വേസ് ടു ഒപ്പോസ് ബ്രിട്ടീഷിനെ തുരത്താനായിട്ട് പല പല മാർഗങ്ങളും അവർ തേടി. ജയിലിൽ ഒരുമിച്ച് പോയി. അങ്ങനെ പല മെത്തേഡ്സിലൂടെയും ബ്രിട്ടീഷുകാരെ തകർത്തു. British sought to divide the Indians, but because they were so different and then continued the rulers. However, people showed they
how they could be different yet to united their battle against the British. This is also sung after the Jallianwala Bagh massacre. Amritsar composed the memory of brave people who were killed by the British general. The songs and symbols that emerged during the freedom struggles can serve as a constant reminders to the country's rich tradition and respect for diversity. The Indian flag was also used as a symbol of protest against the British. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു വസ്തുവാണ് ഇത് ഇന്ത്യൻ ഫ്ലാഗ്. അതുപോലെ തന്നെ പല സിമ്പിൾസ്, പല സോങ്സ്, പല സൈൻസ് ഇതെല്ലാം നമ്മൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എതിരായിട്ട് കൊണ്ടുവന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മസാസ്കർ നടന്നപ്പോൾ അവിടെ ആൺപെൺ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിട്ടാണ് എന്തിനു വേണ്ടി പങ്കെടുത്തത്? ജാലിയൻ വാലാബാഗ് മസാസ്കറിന് പങ്കെടുത്തത്. ബട്ട് എന്ത് സംഭവിച്ചു? ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ വെടിവെക്കാൻ വേണ്ടി കമാൻഡ് ചെയ്യുകയും അവിടെ വന്ന വൈശാഖി ഫെസ്റ്റിവലിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന എല്ലാവരുടെയും മേത്തോട്ട് ഫയർ ചെയ്യുകയും ആളുകളൊക്കെ മരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രി ആവുന്നതെന്ന് വെച്ചാൽ പീപ്പിൾ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജ്, പീപ്പിൾ ഈറ്റ് ഡിഫറെന്റ് ഫുഡ്, ദേ സെലിബ്രേറ്റ് ഡിഫറെന്റ് ഫെസ്റ്റിവൽ, ദേ പ്രാക്ടീസസ് ഡിഫറെന്റ് റിലീജിയൻ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് സ്റ്റുഡൻസ് ഉണ്ടെന്ന്, അതാണ് സമീർ ഏക്ക്. സമീർ ഏക്ക് എന്ന് പറയുന്നത് ഹി വാസ് എ ഹിന്ദു ആൻഡ് ഹി ഗോസ് ടു സ്കൂൾ ആൻഡ് ഹി ഇസ് റിച്ച്, ഹി ഡസൻ ഹാവ് ടു ഡു എനി വർക്ക്. ബട്ട് സമീർ ദോ എന്ന് പറയുന്നത് ഹി വാസ് എ മുസ്ലിം, ഹി ഡസ് നോട്ട് വെൻ ടു സ്കൂൾ ആൻഡ് ഹിസ് ഫാമിലി ഈസ് വെരി പുവർ ആൻഡ് ഹി സെൽസ് ദ ന്യൂസ് പേപ്പേഴ്സ് എവറി ഡേ. ഈ രണ്ട് സ്റ്റുഡൻസിൻ്റെ ഡിഫറൻസ് പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. നെക്സ്റ്റ് നമ്മൾ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അടുത്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ നോക്കുക, പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. ഈ ലെസനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ താങ്ക് യു.